സിദ്ധാർത്ഥിന്റെ കേസിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള രഹാൻ ബിനോയ്, ആകാശ് എന്നീ പ്രതികളെയാണ് ക്യാമ്പസിലെത്തിച്ച് തെളിവെടുത്തത്. 16-ാം തീയതി രാത്രി 9 മണിക്ക് ശേഷം സിദ്ധാർത്ഥിനെ ആദ്യം എത്തിച്ചു മർദ്ദിച്ച ക്യാമ്പസിനുള്ളിലെ കുന്നിൻ മുകളിലാണ് ആദ്യം പ്രതികളെ എത്തിച്ചത്. സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനുമിരയായ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെത്തിച്ചും തെളിവെടുത്തു. കഴിഞ്ഞ ദിവസം കേസിലെ മുഖ്യപ്രതിയെന്ന് കരുതുന്ന സിൻജോ ജോൺസനെ ക്യാമ്പസിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ ആക്രമണത്തിനുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിനിടെ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നത് സംബന്ധിച്ച് പോലീസ് ആലോചന തുടങ്ങി. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നാട്ടിലേക്ക് പോയിടത്തു നിന്നും തിരിച്ചു വിളിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മൂർച്ചയുള്ള ആയുധം കൊണ്ട് മർദ്ദിച്ചതിന്റെ അടക്കം പരിക്കുകൾ ശരീരത്തിലുണ്ടെന്ന് വ്യക്തമായിട്ടും കൊലപാതക ശ്രമത്തിന് കേസെടുക്കാത്തതും വിമർശനത്തിനിടയാക്കുന്നുണ്ട്. അതിനിടെ പ്രതികളെ സഹായിക്കാൻ ശ്രമിച്ചു, അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങൾ CPM വയനാട് ജില്ലാ കമ്മിറ്റി നിഷേധിച്ചു. ഞങ്ങൾ പോലീസിന്റെ അന്വേഷണം ഇന്നുള്ള അന്വേഷണം തൃപ്തികരാണെന്ന് തന്നെ ഞങ്ങൾ കാണുന്നത്. കൃത്യമായി ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് കൃത്യമാണ്. ആ കൃത്യമായ നിലപാടിൽ ഏതെങ്കിലും രാഷ്ട്രീയമായ ഇടപെടൽ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷ ജനാധിപത്യ ഏതെങ്കിലും കക്ഷികളോ അതിന് നേതൃത്വം നൽകുന്ന CPMന്റെ ഭാഗത്തുനിന്നോ കേസിനെ ദുർബലപ്പെടുത്താനുള്ള ഒരിടപെടലും നടത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ടും സത്യസന്ധമായി അന്വേഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. SFI മാത്രമേ ഒരു വിദ്യാർത്ഥി സംഘടന അവിടെ പ്രവർത്തിക്കുന്നു. അതിനർത്ഥം വെറ്റിനറി കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും SFI എന്നല്ല, വേറെ സംഘടനയൊന്നും പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കുന്ന ഏക സംഘടന SFI ആണ്. അതുകൊണ്ട് SFIക്ക് ഉയർന്ന ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് SFI നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്വീകരിച്ച നടപടി പോലെയല്ല സ്വീകരിക്കുന്നത്. ധീരജിനെ കൊന്ന പ്രതിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഉയർന്ന ഉത്തരവാദിത്തം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. നിഖിൽ പൈലി അതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അവര് നടപടിയെടുത്തു. സാധാരണഗതിയിൽ സഹായിക്കണമെങ്കിൽ, അത്തരം ആൾക്കാർക്ക് സഹായിക്കണമെങ്കിൽ കോടതിയിൽ അഭിഭാഷകരെ ഏൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്തോ? സിദ്ധാർത്ഥൻ SFI പ്രവർത്തകനായിരുന്നുവെന്നും മരണത്തിൽ അന്വേഷണം ശരിയായി നടക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.